ഒട്ടേറെ വില്ലന്മാർ മലയാള സിനിമയിൽ തിളങ്ങിയിട്ടുണ്ടെങ്കിലും ബാലൻ കെ നായർ എന്ന നടനോളം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മറ്റൊരു വില്ലൻ ഇല്ലെന്ന് തന്നെ പറയാം. മലയാള സിനിമയുടെ പരുക്കൻ പുരുഷ സൗന്ദര്യമായ ബാലൻ നായർ എന്ന ബാലൻ കെ നായർ. നാടകരംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തിയ അദ്ദേഹം നിരവധി മികച്ച വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ജനിച്ച ഇദ്ദേഹം ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ സഹോദരങ്ങളെ പോറ്റാൻ വേണ്ടി 15-ാം വയസ്സിൽ ജോലിക്കിറങ്ങി. കോഴിക്കോട്ടെ ഒരു വർക്ക്ഷോപ്പിൽ തൊഴിലാളിയായി. നാടകഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ആ നാളുകളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യും. അത് കഴിഞ്ഞു പുലർച്ചെ വരെ നാടക റിഹേഴ്സൽ. ഒരുപാട് വർഷക്കാലം കോഴിക്കോട്ടെ നാടകവേദികളിൽ സജീവമായതിനു ശേഷമാണ് 37-ാം വയസ്സിൽ സിനിമയിലേക്ക് എത്തുന്നത്. സിനിമയിലേക്ക് വരും മുമ്പ് ബോളിവുഡിൽ ദേവാനന്ദിന് വേണ്ടി സ്റ്റണ്ട് രംഗങ്ങളിൽ ഗ്രൂപ്പായി അഭിനയിച്ചിട്ടുണ്ട്. 1970-ൽ MTയുടെ തിരക്കഥയിൽ വിൻസെന്റ് സംവിധാനം ചെയ്ത നിഴലാട്ടത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. അതിനുശേഷം 20 വർഷത്തോളം സിനിമാ ലോകത്ത് അദ്ദേഹം തിളങ്ങി നിന്നു. കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. 250-ലേറെ സിനിമകളുടെ ഭാഗമായ അദ്ദേഹത്തിന് 1981-ൽ ഓപ്പോൾ എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. അതിഥി, തച്ചോളി അമ്പു എന്നീ സിനിമകളുടെ അഭിനയത്തിലൂടെ മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 1992-ൽ കടവ് എന്ന സിനിമയിലാണ് ഒടുവിലായി അഭിനയിച്ചത്. അദ്ദേഹത്തിന്റെ മുഖം തിരശീലയിൽ തെളിയുമ്പോൾ പ്രേക്ഷകർ ഭയപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ സവിശേഷമായ അഭിനയ പ്രതിഭ തിരിച്ചറിഞ്ഞ സംവിധായകർ വളരെ കുറവായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം വില്ലനായുള്ള കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് നടൻ ജയന്റെ അപകടമരണം സംഭവിച്ചത്. ജയന്റെ മരണത്തിനു പിന്നിലെ ദുരൂഹത കുറച്ചുനാൾ ബാലൻ കെ നായരെ സമൂഹ മനസ്സാക്ഷിക്കു മുന്നിൽ വിചാരണയ്ക്ക് വിധേയനാക്കിയിരുന്നുവെങ്കിലും ആ അഭിനയ പ്രതിഭ കൂടുതൽ കരുത്താർജിച്ചു തിരിച്ചെത്തി. അഭിനയ ജീവിതത്തിന്റെ അവസാന കാലത്ത് അഭിനയിച്ച ആര്യൻ, ഇന്ദ്രജാലം, വിഷ്ണുലോകം, കടവ് എന്നീ സിനിമകളിൽ വേറിട്ട കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ശ്രദ്ധ നേടുകയുണ്ടായി. രക്താർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം 2000 ഓഗസ്റ്റ് 26-നാണ് അന്തരിച്ചത്. ഇന്നും മലയാള സിനിമയിലെ മറക്കാനാവാത്ത വില്ലന്മാരിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ബാലൻ കെ നായർ. അറിഞ്ഞതും അറിയാത്തതും സെഗ്മെന്റിൽ വീണ്ടും കാണാം.